നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന നാക്കിൽ വളരെ ലളിതമായിട്ടുള്ള അത്ഭുതകരമായ രണ്ട് സൂറത്തുകളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ സൂറത്ത് കൊണ്ട്, ഈ രണ്ട് സൂറത്തുകളെ കൊണ്ട് മന്ത്രിക്കാനും, അതുകൊണ്ടല്ലാതെ മന്ത്രിക്കുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു എന്ന് വരെ. ഇഷ്ടമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതുകൊണ്ട് മന്ത്രിക്കാൻ പാടില്ല എന്നല്ല, അത്രമേൽ ആ രണ്ട് സൂറത്തുകൾക്ക് പവിത്രതയുണ്ട് എന്നറിയിക്കാൻ വേണ്ടി പറഞ്ഞതാ. അത്രമേൽ മഹത്വമേറിയ ആ രണ്ട് സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചാലും നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കും. ഇത് ശാരീരികമായിട്ടുള്ള ഏത് രോഗങ്ങളാവട്ടെ, മാനസികമായിട്ടുള്ള വിഷമങ്ങളാവട്ടെ, ആത്മാവിന് സംഭവിച്ച വിഷയങ്ങളാവട്ടെ, പൈശാചിക ഉപദ്രവങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവട്ടെ, ഏതിനും നല്ല റിസൾട്ട് ലഭിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള രണ്ട് സൂറത്തുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളിതുപോലെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അറിവുകളും ഇത്തരം അമലുകളൊക്കെ നമ്മൾ പറയാറുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ പരമാവധി പകർത്താൻ വേണ്ടി ശ്രമിക്കുക. നല്ല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയും വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് പ്രത്യേകം പറയേണ്ടി വരുന്നത്. ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടാവുക, ഇത്തരം വിഷയങ്ങൾ, ഇതിന് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതെല്ലാം ദിവസങ്ങളിലാണ് ഉണ്ടാവുക എന്നുള്ളത്, എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ അറിയിക്കും. വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റയിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. മുഅവ്വിദത്തൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുകൾ, മുഅവ്വിദത്തൈനിയുടെ മഹത്വങ്ങളും അതിൻ്റെ പ്രത്യേകതകളും സംബന്ധിച്ച് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില ഹദീസുകളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് ചില ആയത്തുകൾ അവതരിച്ച് കിട്ടിയിട്ടുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസുമാണത്. അഭയം തേടുന്നവർക്ക് ഏറ്റവും ഉചിതമായ പദങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഈ രണ്ട് സൂറത്തുകളാണ്. ഇതുകൊണ്ട് കാവൽ തേടാനും ഇതുകൊണ്ട് അഭയം തേടാനും സാധിക്കുന്ന രൂപത്തിൽ മറ്റു സൂറത്തുകളില്ല. ഇതിൻ്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. ഏത് വിഷയങ്ങളാവട്ടെ, എന്ത് പ്രതിസന്ധികളാവട്ടെ, എന്ത് പ്രയാസങ്ങളാവട്ടെ, ഈ രണ്ട് സൂറത്ത് ഓതാൻ കഴിയാത്ത ആരുമുണ്ടാകില്ല. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഉടനടി ഇത് ഓതുക. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരുങ്ങി തയ്യാറായി കഴിഞ്ഞാൽ 2 കൈപ്പത്തിയും ചേർത്ത് പിടിച്ച് അതിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഓതിയിട്ട് കൈകൾ കൊണ്ട് ശരീരത്തിൽ സാധിക്കുന്നിടത്തെല്ലാം 3 തവണ തടവുകയും തലവും മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗവുമാണ് നബി തങ്ങൾ ആദ്യം തടവുക. ഇങ്ങനെ എല്ലാ ദിവസവും ഒരു ദിവസം ഒഴിവാവാതെ ഹബീബാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നിസ്സാരമായി കാണരുത്, ഒന്നിനെ നമ്മൾ നിസ്സാരാക്കി കാണരുത്. ചെയ്തു നോക്കുക, നല്ല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയേണ്ട, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും വിഷമമുണ്ടായാലും അവിടുത്തെ ശരീരത്തിൽ മുഅവ്വിദത്തൈൻ ഊതും. അവിടത്തേക്ക് രോഗം കഠിനമായപ്പോൾ ഞാനാണ് അങ്ങനെ ചെയ്തു കൊടുത്തിരുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊതിക്കൊടുക്കുകയും കൈകൊണ്ട് തടവുകയൊക്കെ ചെയ്തിരുന്നു. മുഅവ്വിദത്തൈനുടെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് രോഗങ്ങൾ വന്നാലും, ശരീരത്തിന് എന്തെങ്കിലും വിഷമമുണ്ടായി, പ്രയാസമുണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി, എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഈ 2 സൂറത്തുകൾ എടുത്ത് ഓതിയിട്ട് അതുകൊണ്ട് ഊതുകയും ശരീരത്തിൽ തടവുകയൊക്കെ ചെയ്യുമായിരുന്നു എന്ന്. നബിതങ്ങൾക്ക് കുറച്ച് കൂടുതൽ രോഗമായ സമയത്ത് ഇതിങ്ങനെ ചെയ്തു കൊടുത്തത് ഞാനാണെന്ന് പറഞ്ഞിട്ട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ ഇതൊക്കെ നിസ്സാരാക്കി കരുതരുത്. നമ്മളെപ്പോഴും ഓതുന്ന സൂറത്താണ് ഇത്, എപ്പോഴും എല്ലാവർക്കും അറിയുന്ന സൂറത്തല്ലേ, അങ്ങനെ കരുതി ഒഴിവാക്കേണ്ട സൂറത്തല്ലത്. പലരും പോലെ ഏതാണ് ഉസ്താദേ, എനിക്ക് ഇന്ന രോഗമുണ്ട്, ഏതാണ് ഒരായത്ത് പറഞ്ഞുതരോ, ഒരു ദിക്ർ പറഞ്ഞുതരോ, സൂറത്ത് പറഞ്ഞുതരോ എന്നൊക്കെ ചോദിക്കലുണ്ട്. ഈ 2 സൂറത്തുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ അത്രമേൽ ഉപകാരപ്പെടുത്തിയ സൂറത്തുകളാണ്.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷമഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചതാണ്. അപ്പോൾ നമുക്കത് ഉപയോഗിച്ചൂടെ? ഇത് കേൾക്കുന്ന ഉപ്പമാർ, ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, നിങ്ങളുടെയൊക്കെ ചെറിയ മക്കൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ എന്തെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉടനെ ഇത് ചെയ്തു കൊടുത്തു നോക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് തലയിൽ കൈവച്ചോ അല്ലെങ്കിൽ വേദനയുള്ള ഭാഗത്ത് കൈവച്ചോ ഒന്ന് ഈ സൂറത്തുകളൊക്കെ ഒന്ന് ഓതി കൊടുത്തൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഇതിൽ കാണാം, എന്നോട് തൗറാത്ത്, സബൂർ, ഖുർആൻ, ഇഞ്ചീൽ എന്നീ കിതാബുകളിലൊക്കെ പറയപ്പെട്ടതിനോടൊന്നും തുല്യതയില്ലാത്ത ചില സൂറത്തുകൾ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത് ഇഖ്ലാസും മഅവിദതൈനിയുമാണ്. ഇഖ്ലാസും മഅവിദതൈനി അത്രയും പവിത്രതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നെ ഇങ്ങനെയാണ്, അഭയം തേടുന്നവർക്ക് ഏറ്റവും ഉചിതമായ വാക്യം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തതാണ്. എങ്ങനെയാണ് ചൊല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു സ്വഹാബിയോട് പറയുന്നുണ്ട്, രാവിലെയും വൈകിട്ടും 3 തവണ സൂറത്തുൽ ഇഖ്ലാസും മഅവിദതൈനി ഓതിയാൽ നിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അതുമാത്രം മതി, അതുതന്നെ ധാരാളമാണ്. ഇതാ നമുക്ക് ചെയ്തു നോക്കിയാൽ എന്താ? രാവിലെയും വൈകുന്നേരം ഒരു 3 തവണ ഈ 2 സൂറത്തുകൾ ഓതാൻ അത്ര പ്രയാസമുള്ളതാണോ? നമുക്ക് വളരെ പെട്ടെന്ന് ഓതി തീർക്കാവുന്നതല്ലേ? അള്ളാഹു നമുക്കത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. രാവിലെയും വൈകുന്നേരം വളരെ പെട്ടെന്ന് ഓതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇന്ന് മുതൽ നമുക്ക് പതിവാക്കാം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം സൂറത്തുൽ ഇഖ്ലാസും മഅവിദതൈനി അങ്ങ് ഓതുക. നമ്മൾ വിറുദുൽ ലത്തീഫൊക്കെ ഓതുമ്പോൾ അതിലുണ്ട്. രാത്രി ഹദ്ദാദ് റാത്തീബ് ഓതുന്നവരാണെങ്കിൽ അതിലുണ്ട്. വലിയ പവിത്രത ഉള്ളതാണ്. ഇനി നോക്കൂ, ചില പള്ളികളിലൊക്കെ കാണാം, നിങ്ങൾക്ക് അങ്ങനെ പരിചയമുള്ള പള്ളികളുണ്ടോ? ചില പള്ളികളിലൊക്കെ ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാ ദിക്റുകളും ചൊല്ലുന്നതിൻ്റെ മുമ്പ് അതേ ഇരുത്തത്തിലിരുന്ന് കാലുകൾ ചലിപ്പിക്കാതെ 7 സൂറത്തുൽ ഫാത്തിഹ, 7 സൂറത്തുൽ ഇഖ്ലാസ്, 7 സൂറത്തുൽ ഫലഖ്, 7 സൂറത്തുൽ നാസ് ഇങ്ങനെ പാരായണം ചെയ്യുന്നൊരു പതിവുണ്ട്. അങ്ങനെ പാരായണം ചെയ്താൽ എന്താ? ആ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള സമയങ്ങളിൽ അവന് ഒരു ആഫത്ത് മുസീബത്തുകളും സംഭവിക്കില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഇത് ഓതുന്ന സമയത്ത് പലരും എഴുന്നേറ്റ് പോകുന്നതാണ് അതിൻ്റെ ഒരു ശൈലി. പക്ഷേ ഇങ്ങനെ ഓതിക്കഴിഞ്ഞാലുള്ള നേട്ടതാണ്, അടുത്ത ജുമുഅ വരെ അവനക്കൊരു അപകടം സംഭവിക്കില്ല എന്നുള്ളതാണ്. വലിയ കാവലുണ്ടാകും എന്നുള്ളതാണ്. അതിപ്പോൾ കുറേ തിരക്കുള്ള ജീവിതമായി, കുറേ പള്ളികളിൽ അതില്ല. പഴയ കാലത്ത് എല്ലാ പള്ളികളിലും ഒരു ഒട്ടുമിക്ക പള്ളികളിലും ഉൾപ്രദേശങ്ങളിലുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള പള്ളികളിലൊക്കെ അതായി. ഇന്നെല്ലാവർക്കും തിരക്കായതുകൊണ്ട് ജുമുഅൻ്റെ ടൗണിലൊക്കെ ഉള്ള പള്ളികളിലൊന്നും ഇപ്പോൾ അതില്ല. എന്നാലും നിങ്ങളുടെയൊക്കെ നാട്ടിൻപുറങ്ങളിലുള്ള പള്ളികളിലൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു നോക്കുക. എന്താണ് ചോദിച്ചു നോക്കേണ്ടത്? ജുമുഅ നിസ്കാരം കഴിഞ്ഞ് വെള്ളിയാഴ്ചത്തെ ജുമുഅ നിസ്കാരം കഴിഞ്ഞ് 7 സൂറത്തുൽ ഫാത്തിഹ, 7 സൂറത്തുൽ ഫലഖ്, 7 സൂറത്തുൽ നാസ്, 7 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് ആണ് ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലേക്കും പ്രവേശിക്കൽ. അത് അതേ ഇരുത്തത്തിലിരുന്ന് ഓതുന്നുള്ളതാണ്. അതിനത്രമേൽ പവിത്രത ഉണ്ടായത് കൊണ്ടാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ തേള് കുത്തി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഉപ്പും വെള്ളവും ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. എന്നിട്ട് അതിന്മേൽ അതുകൊണ്ട് തടവി, അതോടൊപ്പം തന്നെ കാഫിറൂന സൂറത്ത് മഅവിദതൈനി ഓതുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ അഭയവാക്യങ്ങൾ, ഈ കാവൽ തേടാൻ പറ്റുന്ന ഈ സൂറത്തുകൾ അത്രമേൽ പവിത്രതയുണ്ട്. വിഷത്തിനിറക്കാൻ കഴിയും. എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും നമുക്ക് വലിയ കാവൽ നൽകപ്പെടും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകളിൽ നിന്നും മനുഷ്യരുടെ കണ്ണേറുകളിൽ നിന്നും അഭയം തേടിക്കൊണ്ട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നും ഇങ്ങനെ ഈ കണ്ണേറുകളിൽ നിന്നും അതേപോലെ തന്നെ ഇങ്ങനത്തെ ജിന്നുകളുടെ പൈശാചിക ഉപദ്രവങ്ങളെ തൊട്ടൊക്കെ എപ്പോഴും ഇങ്ങനെ കാവൽ തേടി ദുആ ചെയ്യും. പക്ഷേ മഅവിദതൈനി അവതരിച്ചപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഅവിദതൈനിയായി ആയിരുന്നു അവലംബമാക്കിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും. അതുകൊണ്ട് തന്നെ നമുക്കും വലിയ അവലംബമായി കൊണ്ട് നടക്കാവുന്നതാണ്. മാനസികമായ വിഷമങ്ങൾ, ശാരീരികമായ രോഗങ്ങൾ, മനോരോഗങ്ങൾ, പൈശാചികമായ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള ഏത് വിഷയങ്ങൾക്കും ഈ 2 സൂറത്തുകൾ അത് എങ്ങനെയുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും നമ്മളെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, നമ്മളെ തകർക്കാൻ നിൽക്കുന്നവരുണ്ട്, സിഹർ ചെയ്യുന്നവരുണ്ട്, ഐന് ചെയ്യുന്നവരുണ്ട്, ഐനുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളുള്ളവരുണ്ട്. ഇതൊക്കെ മഅവിദതൈനി 100 അതിലധികമോ ഒക്കെ ഇങ്ങനെ ഓതുക. 1000 തവണയ്ക്ക് അതിൻ്റെ പൂർണ്ണതയായിട്ട് ചില ഭാഗങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. നമ്മളൊന്നും ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്.
സൂറത്തുൽ ഇഖ്ലാസൊക്കെ 1,00,000 തവണ ചൊല്ലുന്ന ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ട്. പലപ്പോഴും മെസ്സേജൊക്കെ അയക്കാറുണ്ട് എഴുതിയിട്ട്, ഉസ്താദ് ഞാൻ 1,00,000 തവണ 7 തവണ സൂറത്തുൽ ഇഖ്ലാസ് പൂർത്തിയാക്കി പാരായണം ചെയ്തു, എനിക്ക് പാരത്രിക ലോകത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഗുണം ലഭിക്കും. ഇൻഷാ അല്ലാഹ് മുറുകെ പിടിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.